എല്ലാവർക്കും ലിസാസ് ടൈലറിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്ക്കാവുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ഫ്രോക്കിന്റെ ചെസ്റ്റ് സൈസ് 20 ഇഞ്ച്, ഇതിന്റെ ലെങ്ത് 18 ഇഞ്ചാണ്. 1 വയസ്സ് 1.5 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 60 ഇഞ്ച് വിട്ടുള്ള 1/2 മീറ്റർ തുണിയാണ് കേട്ടോ എടുത്തേക്കണം. ഇതിന്റെ 60 ഇഞ്ച് വിട്ട് നമ്മുടെ അടിയിലേക്ക് ഞെറിടാൻ ഇത് അങ്ങനെ തന്നെ എടുക്കണം ഫുള്ളായിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ അടിഭാഗമാണ് നമ്മൾ ആദ്യം വെട്ടണത്. ഇതിന്റെ ഞെറിയിടണ ഭാഗത്തിന്റെ ലെങ്ത് 14 ഇഞ്ചാണ്. 14 ഇഞ്ചില് നമ്മളൊരു പീസ് ഇതുമെന്ന് വെട്ടിയെടുക്കണം. ഇതാണ് ഇതിന്റെ ഞെറിയിടാനുള്ള ഭാഗം കേട്ടോ. ഇനി ഈ പീസിൽ നിന്നാണ് നമ്മൾ ഇതിന്റെ ബോഡി വെട്ടിയെടുക്കുന്നത്. പിന്നെ ഒരു സ്ട്രാപ്പും വേണം. അപ്പൊ ബോഡിക്ക് വേണ്ടിയിട്ട് 4 ഇഞ്ച് ആണ് ഇതിന്റെ ലെങ്ത്. ബോഡിയുടെ ലെങ്ത് നമ്മൾ വെട്ടണത് 4 ഇഞ്ച്. 20 ഇഞ്ച് നെഞ്ചളവാകുമ്പോ അതിൽ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടണം. അപ്പൊ 24. അതിന്റെ പകുതി 12 ഇഞ്ചിൽ വേണം 2 പീസ് വെട്ടിയെടുക്കാൻ. 12 ഇഞ്ച് വിട്ട് ഇതിന്റെ ലെങ്ത് 4 ഇഞ്ചാണ് കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങടെ 4 ഇഞ്ച് കഴിച്ച് ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിന്റെ ലൈനിങ് ആയിട്ട് നമ്മളൊരു ഇതേപോലത്തെ തന്നെ 2 പീസ് ലൈനിങ് ആയിട്ട് വെട്ടണം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ വലിപ്പത്തിൽ 2 പീസ് വെട്ടിയെടുക്കും. അങ്ങനെ ഇതിന്റെ മീതെ മറ്റേ നല്ല പീസ് ഇതിന്റെ മീതെ അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഇതിന്റെ ലൈനിങ് 2 പീസ് ഉണ്ട്, അത് ഇതുപോലെ ഇങ്ങനെ മടക്കിയിടുക. നല്ലതും 2 പീസ് ഉണ്ട്, അത് ഇതിന്റെ മീതെ ഇങ്ങനെ മടക്കിയിട്ടാ. ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ടിട്ട് ഇതിന്റെ ഈ വിടിച്ച ഭാഗം ഉണ്ടല്ലോ, ഇതിന്റെ ഈ അറ്റല്ലേ ഈ ഭാഗത്തുനിന്ന് 2 ഇഞ്ച് ഇങ്ങോട്ടും 2 ഇഞ്ച് അടിയിലേക്കും അങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഇങ്ങനെ വരയ്ക്കുക. 2 ഇഞ്ച് ഇവിടേക്കും 2 ഇഞ്ച് ഇവിടേക്കും ഇട്ടോ. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കും. ഇതാണ് ഇതിന്റെ ബോഡി പാർട്ട്. ഇതിന്റെ സെന്റർ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടാ. ഇനി ഇതിന് സ്ട്രാപ്പിന് വേണ്ടിയിട്ട് 6 ഇഞ്ച് നീളം വേണം. 6 ഇഞ്ച് നീളവും 3 ഇഞ്ച് വീതിയുള്ള 2 പീസ് വെട്ടിയെടുക്കണം കേട്ടാ. കട്ടിങ് കഴിഞ്ഞു. ഇനി തയ്ച്ച് കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഇതിന്റെ സ്ട്രാപ്പാണ് തയ്ക്കാനായിട്ടാ. ഈ സ്ട്രാപ്പ് ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് 4 ഇഞ്ച് നീക്കി അടിക്കാം. ഇതിങ്ങനെ മറച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് സൂചി ഇതിന്റെ ഒരു സൈഡിൽ ഇങ്ങനെ കുത്തിയിട്ടേ സ്ട്രാപ്പ് അതുപോലെ ഇത് മറച്ചു കൊണ്ടുവരട്ടാ. സ്ട്രാപ്പ് 2 ഇങ്ങനെ മറച്ചു കൊണ്ടുവന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ നല്ല ഭാഗം ഇതായിട്ട് എടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഈ വെട്ടി വെച്ചിട്ടുള്ള നല്ല തുണി എടുക്കാം. നല്ല തുണിയിൽ ഒരെണ്ണം എടുത്തിട്ട് അതിന്റെ ഈ ഭാഗം ഈ വെട്ടിയുണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ പോയിന്റിൽ നിന്ന് 1 ഇഞ്ച് നീക്കിയിട്ട് സ്ട്രാപ്പ് വെക്കണം കേട്ടോ. അതുപോലെ ഈ പോയിന്റിൽ നിന്ന് 1 ഇഞ്ച് നീക്കിയിട്ട് ഇവിടെ ഈ സ്ട്രാപ്പ് വെച്ചടിക്കും. എന്നിട്ട് ഇതിന്റെ മീതെ നമ്മുടെ ഈ ലൈനിങ് വെക്കുക. ഒരു ലൈനിങ് എടുത്തിട്ട് ഇങ്ങനെ അടിക്കുക. ഇങ്ങനെ മറിച്ചിടുക. ഇവിടെ നിങ്ങളുടെ 4 ഇഞ്ച് അടിച്ചിട്ട് നമ്മളിവിടെ 1 ഇഞ്ച് നീക്കിയിട്ടല്ലോ വെച്ചാണ്, അതിലേക്ക് വേണം അടിക്കാൻ കേട്ടോ. ഇതിങ്ങനെ മറച്ചിട്ട് ഇതിന്റെ തുമ്പത്ത് കൂടെ ഇങ്ങനെ പതിച്ചടിക്കുക. ഇതിന്റെ ഇവിടെ നമ്മുടെ മറ്റേ പീസ് വെക്കുക. ഇതിങ്ങനെ നല്ല പുറം അങ്ങനെ എടുത്തിട്ട് അതിന്റെ മീത വേണം കേട്ടോ ഈ പീസ് വെക്കാൻ. പീസ് വെച്ചിട്ട് ഇതിങ്ങനെ മറച്ച് വെച്ചിട്ട് ഇവിടുന്ന് 1 ഇഞ്ചും കൂടെ നീക്കിയിട്ട് നേരത്തെ അടിച്ച പോലെ തന്നെ അടിക്കുക കേട്ടാ. അതിന്റെ മീത ഈ ലൈനിങ് ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ നേരത്തെ അടിച്ച പോലെ തന്നെ അടിക്കും. എന്നിട്ട് ഇതിങ്ങനെ മറിച്ചിട്ട് ഇതുപോലെ അടിക്കുക.
ഇനി ഇതിന്റെ ഈ ലെഫ്റ്റ് ഭാഗം 1 ഇഞ്ച് ഏതെങ്കിലും ഒരു ഭാഗം അടിക്കുക. അത് ലെഫ്റ്റ് ആണ് ഇപ്പൊ ഞാൻ അടിക്കുന്നത്. ബോഡി പാർട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഞെറിയിടുക കേട്ടാ. ഇത് ഒറ്റ പീസാണ്, അപ്പൊ ഇതിങ്ങനെ നിർത്തിയിട്ട് ഞെറിയിടുക, തുടക്കം മുതലിടുക. ഇതിങ്ങനെ വെച്ചടിക്കുക കേട്ടാ. ഇത് വെച്ച് പിടിപ്പിക്കാനായിട്ട് ഇതിന്റെ നല്ല ഭാഗം ഉണ്ടല്ലോ, ഇതിങ്ങനെ നിർത്തുക. ഇതിന്റെ നല്ല ഭാഗത്ത് നമ്മൾ ഇങ്ങനെയാണല്ലോ ഇത് വെക്കുക, അപ്പൊ അത് ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് മറിച്ചാൽ മതി. 2 നല്ല ഭാഗങ്ങൾ വരണം, ഫേസ് ടു ഫേസ് ആയിട്ട് വരണം കേട്ടാ. ഇത് ഇങ്ങനെ വെച്ചടിക്കുക. ഇപ്പൊ ഇങ്ങനെ അടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ട് നമ്മൾ ഫ്രണ്ടിൽ മാത്രം ഒരു ലേസ് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യണം കേട്ടാ. അത് നമ്മൾ ഈ സൈഡ് അടിക്കണേല് മുമ്പ് ചെയ്യണം. ഇനി ഇതിന്റെ ഈ സൈഡ് മൊത്തം അടിക്കുക, അടി മടക്കി അടിക്കുക കേട്ടോ. കാലിഞ്ച് ഉള്ളിലേക്ക് വെച്ചിട്ട് 1 ഇഞ്ച് അടിക്കുക കേട്ടോ. ഈ ഫ്രോക്ക് കംപ്ലീറ്റ് തയ്ച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും തയ്ച്ചു നോക്കിക്കോളൂ കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.